സമർ കെ.വി. സംവിധാനം ചെയ്ത 1001 നുണകൾ. ഈ സിനിമ കണ്ട പ്രേക്ഷകർക്കറിയാം അതിന്റെ പ്രമേയത്തെക്കുറിച്ച്. മനുഷ്യബന്ധങ്ങൾക്കിടയിൽ കള്ളങ്ങൾ പറയുന്ന മനുഷ്യർ, നുണകൾ കാത്തുസൂക്ഷിക്കുന്ന മനുഷ്യർ, രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന മനുഷ്യർ, അതുമായി ബന്ധപ്പെട്ട നിഗൂഢതകൾ, അതുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ, ഇങ്ങനെ ഒരുപാട് അടരുകളിലൂടെയായിരുന്നു ഈ സിനിമ മുൻപോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആ ഒരു സിനിമയ്ക്ക് ശേഷം അതുപോലെ അതിനോട് സമാനമായിട്ടുള്ള പ്രമേയമുള്ള മറ്റൊരു സിനിമ ഞാനിന്ന് കണ്ടു. സിനിമയുടെ പേരാണ് ഉള്ളൊഴുക്ക്. ക്രിസ്റ്റോ ടോമിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് ക്രിസ്റ്റോ ടോമിയെ നമുക്ക് മുൻപേ തന്നെ അറിയാം. നെറ്റ്ഫ്ലിക്സിലെ കറിയൻ സൈനൈഡ് എന്ന് പറയുന്ന ഒരൊറ്റ വർക്കിലൂടെ തന്നെ പുള്ളിയുടെ കഴിവ് എന്താണെന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പുള്ളിയുടെ ഒരു കാലിബർ എന്താണെന്നും ഡെപ്ത് എന്താണെന്നും നമുക്ക് പ്രേക്ഷകർക്ക് ആ ഒരൊറ്റ വർക്കിലൂടെ ബോധ്യമായിട്ടുണ്ട്. ഏതായാലും പുള്ളിയുടെ രണ്ടാമത്തെ വർക്കാണ് ഉള്ളൊഴുക്ക്. രണ്ടാമത്തെ വർക്ക് എന്ന് പറയുമ്പോൾ പോലും പുള്ളിയുടെ ആദ്യത്തെ ഫീച്ചർ ഫിലിം കൂടിയാണ് ഉള്ളൊഴുക്ക്. സിനിമയെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ പ്രേക്ഷകർക്ക് മുൻപേ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷ തെറ്റായിട്ടില്ല. ഗംഭീരമായിട്ടുള്ള വർക്കാണ് ഉള്ളൊഴുക്ക് എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷെ അത് പറയുമ്പോൾ തന്നെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ്, ഈ സിനിമ എല്ലാ പ്രേക്ഷകർക്കും ദഹിക്കുന്ന, എല്ലാ പ്രേക്ഷകർക്കും ഡൈജസ്റ്റ് ആവുന്ന ഒരു വർക്കല്ല. ഇത് ഒരു പ്രത്യേക മൂഡിൽ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ, വളരെയധികം ഗൗരവത്തോടു കൂടി സിനിമയെ സമീപിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ നിങ്ങളെ വളരെയധികം അത്ഭുതപ്പെടുത്തും, തൃപ്തിപ്പെടുത്തും. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്താനും സാധ്യതയുണ്ട്. ഏതായാലും സിനിമ എനിക്ക് വർക്കായിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത് ഉർവശിയും പാർവതി തിരുവോത്തുമാണ്. രണ്ടുപേരും അഭിനയത്തിൽ എത്രത്തോളം മികവുറ്റ ആളുകളാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, നമുക്കൊക്കെ അറിയാം. ഉർവശി എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പാർവതി തിരുവോത്ത് എന്ന് പറയുന്നത് ചുരുക്കം സിനിമകളിലൂടെ തന്നെ തന്റെ കഴിവ് അങ്ങേയറ്റം വെളിപ്പെടുത്തിയ ഒരു നായികയാണ്. രണ്ടുപേരും ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സിനിമയുടെ കഥയിലേക്ക് വരുവാണെങ്കിൽ ലീലാമ്മ, ജോസൂട്ടി, അഞ്ജു ഈ 3 കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് സിനിമ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ലീലാമ്മ എന്ന് പറയുന്ന മധ്യവയസ്കയായിട്ട് ഉർവശിയാണ് എത്തിയിരിക്കുന്നത്. ജോസൂട്ടി എന്ന് പറയുന്ന ഉർവശി എന്ന കഥാപാത്രത്തിന്റെ മകനായി പ്രശാന്താണ് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജോസൂട്ടിയുടെ ഭാര്യയായ അഞ്ജു എന്ന് പറയുന്ന കഥാപാത്രമായി പാർവതി തിരുവോത്താണ് എത്തിയിരിക്കുന്നത്. ഇവർക്കിടയിലുള്ള വേദനകൾ, സങ്കടങ്ങൾ, ഇവരുടെ നിസ്സഹായതകൾ, ഇവർക്കിടയിലെ രഹസ്യങ്ങൾ, ഇങ്ങനെ പല കഥകളിലൂടെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഈ സിനിമ പ്രധാനമായിട്ട് സ്ത്രീകളുടെ കഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്ത്രീകളുടെ കഥ എന്ന് പറഞ്ഞാൽ ഈ കഥ കണ്ടു കഴിഞ്ഞാലും, ഈ കഥയിലൂടെ നമ്മൾ കടന്നു കഴിഞ്ഞാലും ഈ കഥയിൽ നിന്നും പുരുഷന്മാർ പുറത്താണ് നിൽക്കുന്നത്. ഇത് സ്ത്രീകളുടെ വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പറയുന്നത്, മാനസിക സംഘർഷങ്ങളാണ് പറയുന്നത്. ഇതൊരിക്കലും പുരുഷന്മാരുടെ കഥയല്ല. ഇതിൽ സ്ത്രീകളായിട്ടുള്ള ലീലാമ്മ എന്ന് പറയുന്ന കഥാപാത്രവും അതുപോലെ തന്നെ അഞ്ജു എന്ന് പറയുന്ന കഥാപാത്രങ്ങളും അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, അവരുടെ ജീവിത രീതികൾ, അവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, അതുമായി ബന്ധപ്പെട്ട കെട്ടുപാടുകൾ, ഇങ്ങനെ ഒരുപാട് ലെയർ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. 2 കഥാപാത്രങ്ങൾ, ലീലാമ്മ എന്ന് പറയുന്ന കഥാപാത്രങ്ങളും അഞ്ജു എന്ന് പറയുന്ന കഥാപാത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീലാമ്മ എന്ന് പറയുന്ന കഥാപാത്രം ടിപ്പിക്കൽ കുലസ്ത്രീയാണ്. അവർ പുരുഷാധിപത്യം എന്ന് പറയുന്ന പുരുഷാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീയാണ്. സദാചാര ബോധത്തിന് കീഴിൽ ജീവിക്കുന്ന സ്ത്രീയാണ്. എന്നാൽ നമ്മുടെ അഞ്ജു എന്ന് പറയുന്ന കഥാപാത്രം ഇതിന് വിഭിന്നമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അവർ ഒരുപാട് ധാർമ്മിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ പുരുഷാധിപത്യത്തെ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്ന അങ്ങനെയുള്ള സ്ത്രീയൊന്നുമല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുണ്ട്, അവർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിനോടനുസരിച്ച് അവർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. ഈ 2 കഥാപാത്രങ്ങൾ 2 വിഭിന്നമായ രീതിയിൽ 2 വൈരുദ്ധ്യങ്ങളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. ഇവർക്കിടയിൽ സംഘർഷങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ സിനിമ കാണിക്കുന്നത്. വൈകാരിക സംഘർഷങ്ങളാണ്. എന്നാൽ അതേ സമയം തന്നെ സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്ന ഒരു ടിപ്പിക്കൽ കുലസ്ത്രീ ആയിട്ടുള്ള ലീലാമ്മയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനും അല്ലെങ്കിൽ ലീലാമ്മയെ ചെറുത്ത് നിൽക്കാനും വേണ്ടി അഞ്ജു എന്ന് പറയുന്ന കഥാപാത്രം അവർ പ്രകടിപ്പിക്കുന്ന അവരുടെ അവസ്ഥയും അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുമൊക്കെ പ്രേക്ഷകർ ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. എനിക്ക് തോന്നുന്നു ലീലാമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഉർവശി മാം ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രം ഒരുപാട് വൈകാരികമായിട്ട് പല തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കഥാപാത്രമാണ്. അവരുടെ ആ ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു അഭിനയം നമ്മൾ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഈ സിനിമയ്ക്കകത്ത് ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ലീലാമ്മ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം. അവരുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുള്ള അവസ്ഥകളെ കുറിച്ച്, അവരുടെ കടന്നുപോയ ജീവിതത്തെ കുറിച്ചൊക്കെ വിവരിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. സിംഗിൾ ഷോട്ട് ആയിരുന്നു, ഫ്രെയിം ക്ലോസ് ആയിട്ടായിരുന്നു വെച്ചത്. ലെങ്തി ആയിട്ടുള്ള ഡയലോഗ് ആയിരുന്നു. ആ സമയത്ത് ഉർവശി മാം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അഭിനയിച്ചിരുന്നത്. ഭയങ്കരമായി അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. അവരുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പരിവർത്തനം സംഭവിക്കുന്ന പറയല്ലോ, ഭാവങ്ങളിൽ പരിവർത്തനം ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കരമായ രീതിയിൽ അത്ഭുതപ്പെട്ടു പോകും. സിനിമയിലുടനീളം അവരുടെ ഒരു പരിവർത്തനം, ഈ കഥാപാത്രത്തിന്റെ വൈകാരികമായിട്ടുള്ള പരിവർത്തനം കാണിക്കുന്നുണ്ട്. അതെല്ലാം ഉർവശി മാം
അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പാർവതി തിരുവോത്ത് പുള്ളിക്കാരിയാണെങ്കിൽ ചെയ്തിട്ടുള്ള ആ ഒരു കഥാപാത്രം, സിനിമയുടെ ഓപ്പണിംഗ് ഷോട്ട് എന്ന് പറയുന്നത് തന്നെ പാർവതി തിരുവോത്തിന്റെ ഫേസിന്റെ ക്ലോസ് ആയിട്ടുള്ള ഷോട്ട് കാണിച്ചുകൊണ്ടായിരുന്നു. ആ സമയത്തും പാർവതി തിരുവോത്ത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു നോട്ടം കൊണ്ട് പോലും നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരൊറ്റ നോട്ടത്തിലൂടെ തന്നെ നമുക്ക് സിനിമയുടെ ഗൗരവം എന്താണെന്നും സിനിമ ഏത് തരത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നതെന്നും സിനിമയുടെ മൂഡ് എന്താണെന്ന് പോലെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ഒരു നായികയുടെ കഴിവ് കൂടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ലീലാമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ആ ഒരു പരിവർത്തനം ഉർവശി മാം ചെയ്തത് വെച്ച് നോക്കുമ്പോൾ അത് ഗംഭീരം എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ പാർവതി തിരുവോത്ത് ആ ഒരു അഞ്ജു എന്ന് പറയുന്ന കഥാപാത്രത്തെ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നതും അസാമാന്യമായ രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകം എടുത്തു പറയണമെന്ന് തോന്നിയൊരു കാര്യമായിരുന്നു, ഈ സിനിമയ്ക്കകത്ത് രണ്ട് കഥാപാത്രങ്ങൾ, ലീലാമ്മ എന്ന് പറയുന്ന കഥാപാത്രവും അഞ്ജു എന്ന് പറയുന്ന കഥാപാത്രവും ശരി തെറ്റുകളുടെ ഒരു വിചാരണ നടത്തുന്നുണ്ട്. ആ സമയത്ത് കൗണ്ടർ ഷോട്ടുകളാണ് ഡയറക്ടർ അവിടെ വെച്ചിരിക്കുന്നത്. ഈ കൗണ്ടർ ഷോട്ടുകൾ വെച്ച സമയത്ത് രണ്ടുപേരുടെയും പെർഫോമൻസ് ഗംഭീരമായിരുന്നു. സിനിമയുടെ ഇന്റർവെൽ സമയത്താണെങ്കിൽ പോലും ഈ പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങൾക്കിടയിൽ ലീലാമ്മയുടെയും മഞ്ജുവിന്റെയും ഇടയിൽ സങ്കീർണതകൾ കാണിക്കുമ്പോൾ പോലും പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ കഥാപാത്രങ്ങളെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്തും ഇത് സ്ത്രീകളുടെ സിനിമയാണ്, സ്ത്രീകളുടെ വൈകാരികമായിട്ടുള്ള അവസ്ഥയാണ്. ഇതൊരിക്കലും പുരുഷന് മനസ്സിലാവുന്ന സംഭവമല്ല എന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത്. ഈ സിനിമയ്ക്കകത്ത് രാജീവ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രമാണ് എനിക്ക് ഈ സിനിമയ്ക്കകത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മറ്റൊരു കഥാപാത്രം. സ്ത്രീകളുടെ വൈകാരികമായിട്ടുള്ള അവസ്ഥകൾ സ്ത്രീകൾക്ക് തമ്മിൽ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മാനസികമായിട്ടുള്ള പ്രശ്നം മറ്റൊരു സ്ത്രീക്ക് അതേ അളവിൽ മനസ്സിലാക്കാൻ പറ്റൂ എന്ന് തെളിയിക്കുന്നത് പോലെ തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് ലീലാമ്മയും അഞ്ജുവും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി വർക്കായിട്ടുള്ളത്. രാജീവ് എന്ന് പറയുന്ന കഥാപാത്രം പോലും കൂടെ നിൽക്കുന്ന പങ്കാളിയെ ഒട്ടും മനസ്സിലാക്കാത്ത രീതിയിലാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ സ്ത്രീകളുടെ സിനിമയാണെന്നും പരസ്പരം ചേർത്ത് പിടിക്കുന്ന സ്ത്രീകളുടെ സിനിമയാണെന്നും തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ സിനിമയിലെ അഭിനയത്തിന് നമ്മുടെ ഉർവശി മാം എന്തായാലും ഒരു നാഷണൽ അവാർഡ് പോലും അർഹിക്കുന്നുണ്ട്. പാർവതി തിരുവോത്തും അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതിനവർ അർഹരാണ്. കാരണം ഇച്ചിരി എങ്ങാനും ലൗഡായി പോയിരുന്നുവെങ്കിൽ ഈ കഥാപാത്രങ്ങൾ, രണ്ട് കഥാപാത്രങ്ങളും അതിനാടകീയമായ അഭിനയമായി പോകുമായിരുന്നു. പക്ഷേ അവർ ആ ഒരു മീറ്റർ കറക്റ്റ് പിടിച്ചുകൊണ്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരിടത്ത് പോലും അമിതാഭിനയം അല്ലെങ്കിൽ നാടകീയമായിട്ടുള്ള ഒരു അഭിനയമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. രണ്ട് സ്ത്രീകളുടെ ഷോൾഡറിലാണ് സിനിമ മുഴുനീളം പോയിട്ടുള്ളത്. മലയാള സിനിമയിൽ സ്ത്രീകളില്ല എന്ന് പറയുന്ന ഒരു സമയത്താണ്, സ്ത്രീകൾക്ക് വേണ്ടത്ര കഥാപാത്രങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കാലത്താണ് രണ്ട് സ്ത്രീകൾ ചേർന്ന് ഒരു സിനിമയെ ഷോൾഡറിൽ ഏറ്റുകൊണ്ട് നടക്കുന്നത്. അത് ഭയങ്കര അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സിനിമയ്ക്കകത്ത് എനിക്ക് വളരെയധികം എടുത്തു പറയണമെന്ന് തോന്നിയ ഒരു കാര്യമാണ് നമ്മുടെ ലീലാമ്മയും അഞ്ജുവും താമസിക്കുന്ന വീടും, അതുപോലെ തന്നെ അഞ്ജുവിന്റെ കാമുകനായിട്ടുള്ള രാജീവ് താമസിക്കുന്ന വീടും. ആ ഒരു രണ്ട് വീടുകളും കണ്ടാൽ തന്നെ സിനിമയുടെ കഥാപാത്രങ്ങളെക്കുറിച്ചും കഥാപാത്രങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ചും പോലും നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാവും. അതൊരു ആർട്ട് വർക്കിന്റെയും അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ സൈഡിന്റെയും എല്ലാം ഗുണം തന്നെയാണ്. അത് ഒരു വീട് കണ്ടാൽ പോലും ആ സിനിമയുടെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ആ സിനിമ പറയാൻ പോകുന്ന അവസ്ഥ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ സിനിമയ്ക്കകത്ത് പ്രശാന്ത് മുരളി, അർജുൻ രാധാകൃഷ്ണൻ രണ്ടുപേരും നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് മുരളിയുടെ അഭിനയം പുള്ളി അങ്ങ് സ്കോർ ചെയ്തിട്ടുണ്ട്. ആ ഒരു കഥാപാത്രത്തിന്റെ ദയനീയത, ആ ഒരു കഥാപാത്രത്തിന്റെ നിസ്സഹായത തുടങ്ങി എല്ലാം പ്രശാന്തിന്റെ കയ്യിൽ സേഫ് ആയിരുന്നു. അതുപോലെ തന്നെ അർജുൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം സിനിമയുടെ ക്ലൈമാക്സിൽ പുള്ളിയുടെ ഒരു ലുക്ക് ഉണ്ട്, സെമിത്തേരിയിൽ വെച്ചുള്ള ലുക്ക് ഉണ്ട്. ആ ലുക്കിൽ തന്നെ ആ ഒരു കഥാപാത്രം എത്രത്തോളം ടോക്സിക് ആണ്, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം എത്രത്തോളം വയലന്റ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് പുള്ളിയുടെ ആ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. ആ ഒരു ഒറ്റ നോട്ടത്തിലൂടെ പ്രേക്ഷകരെ അത് ബോധ്യപ്പെടുത്താൻ പറ്റുന്നു എന്ന് പറയുന്ന പുള്ളിയുടെ കഴിവാണ്. അവരുടെ അഭിനയം കൊണ്ടാണെങ്കിൽ പോലും അവരെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ സാങ്കേതികപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഷഹനാസ് ജലാലാണ് സിനിമയുടെ DOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഷഹനാസ് ജലാലിനെ കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല. പുള്ളിയുടെ പ്രോമിസിങ് DOP ആണ്, കഴിവ് തെളിയിച്ച DOP ആണ്. പുള്ളി ഇതിനകത്ത് നന്നായിട്ട് ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. കുട്ടനാട് ഗ്രാമത്തിന്റെ ഒരു വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ടുള്ള ഒരു ഗ്രാമത്തെയൊക്കെ കൃത്യമായ രീതിയിൽ പുള്ളി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സിനിമയ്ക്കകത്താണെങ്കിൽ ഒരുപാട് ക്ലോസ് ഷോട്ടുകളാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ പാർവതി തിരുവോത്തിന്റെയും അതുപോലെ അഞ്ജു പറയുന്ന എല്ലാ കഥാപാത്രങ്ങളിലും ക്ലോസ് ആയിട്ടുള്ള ഷോട്ടുകളാണ് അധികവും വെക്കാൻ നോക്കിയിട്ടുള്ളത്. ഓരോ ഫ്രെയിമുകളും പ്രേക്ഷകരുടെ മനസ്സിനകത്തേക്ക് കയറുന്ന രീതിയിൽ തന്നെയാണ് ഷഹനാസ് ജലാൽ തന്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. സുഷിൻ ശ്യാമിന്റെ സംഗീതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു കുട്ടനാട് പശ്ചാത്തലത്തിൽ ഒരു വെള്ളപ്പൊക്കം വരുന്നു, അത് താഴ്ന്ന് വെള്ളം ഇല്ലാണ്ടാവുന്നവരേക്കുമുള്ള ആത്മസംഘർഷങ്ങൾ, ആ ഒരു നെഞ്ചെടുപ്പ് കൂടുന്നതും കുറയുന്നതും വരേക്കുമുള്ള ആ ഒരു സമയത്തെ പുള്ളിയുടെ സംഗീതത്തിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്.
നല്ലൊരു വർക്കാണ് സുഷിൻ ശ്യാം. വളരെ ഡീസന്റ് വർക്കാണ്, നല്ല വർക്കാണ്. ആ ഒരു പശ്ചാത്തലം എന്ന് പറയുന്ന ആ ഒരു കഥാ പശ്ചാത്തലത്തിന് ചേരുന്ന വർക്കാണ് സുഷിൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ എഡിറ്റർ ആയിട്ടുള്ള കിരൺ ദാസ്. നമ്മളൊരു വർക്ക് ഇമോഷണലി കണക്ട് ആവണമെങ്കിൽ എത്രയൊക്കെ സാങ്കേതികപരമായിട്ട് ഓക്കെ ആണെങ്കിലും എഡിറ്റ് ചെയ്യുന്നിടത്ത് കൂടി അതിന്റെ മേന്മ ആവശ്യമാണ്. എവിടെ കട്ട് കൊടുക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ നമ്മുടെ എഡിറ്റർക്ക് ആവശ്യമാണ്. സിനിമയുടെ ആ ഒരു ഏത് മൂഡിലാണ് സിനിമ കൊണ്ടുപോകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ധാരണയും അറിവും അതുപോലെ തന്നെ അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു സെൻസും എല്ലാം ആവശ്യമാണ്. കിരൺ ദാസിന്റെ കൈകളിൽ അതെല്ലാം സേഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ആർട്ട് വിഭാഗത്തെ കുറിച്ച് പ്രത്യേകം പറയണം. മഴ പശ്ചാത്തലമാണ്, വെള്ളപ്പൊക്കം പശ്ചാത്തലമാണ്. ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജയദേവൻ ചക്കാടത്തും അനിൽ രാധാകൃഷ്ണനും ചേർന്നാണ് സൗണ്ട് ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. സത്യം പറയാലോ, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. എല്ലാ രീതിയിൽ നോക്കുകയാണെങ്കിലും ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വർക്ക് തന്നെയാണ്. സ്ത്രീ മനസ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പുരുഷന്മാർക്ക് തൽക്കാലം സ്ഥാനമില്ല. അത് സ്ത്രീയുടെ മനസ്സാണ്. പുരുഷന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തലത്തിൽ രണ്ട് വൈകാരികമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളുടെ പരസ്പരം താങ്ങായി മാറുന്ന സ്ത്രീകളുടെ കഥയാണ്. വളരെ മികച്ച രീതിയിൽ സ്ത്രീ ജീവിതത്തെക്കുറിച്ചും സ്ത്രീകളുടെ മനസ്സിനെ കുറിച്ചും അവതരിപ്പിച്ച ഒരു സിനിമ കൂടിയാണ് ഉള്ളൊഴുക്ക്.